ഹലോ നമസ്തേ കപ്പിൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, പുതിയ കണ്ടന്റ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ പരിപാടി? നമ്മുടെ ജനനായകന്റെ ഒരു പേരെ വരലാര് എന്ന് പറയുന്ന പാട്ടിന്റെ പ്രൊമോ വന്നിട്ടുണ്ട്. ഒരു പേരെ വരലാര്. അപ്പൊ നമുക്ക് ആ പാട്ടിലോട്ട് പോവാം. നാളെയാണ് പാട്ടിറങ്ങണം. പ്രൊമോ നോക്കാം. ചെറിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. തലപതി വിജയാണല്ലോ. KVN പ്രൊഡക്ഷൻസ് ജീപ്പ് അനിരുദ്ധ് മ്യൂസിക്കൽ. ഓ സീന് ഫ്ലാഗ് തലപതി വിജയ് എന്റെ സെക്കൻഡ് സിംഗിൾ നാളെ 6:30 ഇത്രേ ഉള്ളൂ. ജനനായക സെറ്റ് അല്ലേ സംഭവം? ഫ്ലാഗ് പറക്കണ്, ആൾക്കാര് കൂടിയിരിക്കണ്. എല്ലാവരും നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ പുള്ളിയുടെ പടത്തിൽ പാർട്ടി ഇൻട്രോ ഒരു ലാസ്റ്റത്തെ പടമായോണ്ട് അങ്ങനെയൊക്കെ വരും. എല്ലാം ആ ഒരു ഇത് റിസംബിൾസ്. ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയാണ് ആലോചിച്ച് നോക്കുന്നത് സിനിമയുടെ ഏറ്റവും അവസാനം. അത് ഞാൻ ഇത് തന്നെ നമ്മളെ നമ്മള് ചുമ്മാ സംസാരിക്കും, നമ്മൾ ഇത് തന്നെ പറയണത്. ലാസ്റ്റ് ഈ പടത്തിന്റെ ക്ലൈമാക്സ് മുഖ്യമന്ത്രി ആവണം, പോലീസായിട്ട് വന്നിട്ട് വല്ല ഈ കൈക്കൂലിയൊക്കെ വാങ്ങിച്ചതിൽ എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തി പിന്നെ രാഷ്ട്രീയത്തിലോട്ട് വന്ന് കേറണം. എല്ലാ ഒരിക്കലും കൈക്കൂലി വാങ്ങിച്ചെന്ന് കാണിക്കൂല. അല്ല അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തി എന്നിട്ട് പുള്ളി തിരിച്ചു പറഞ്ഞു കള്ളക്കേസിൽ കൊടുക്കുക. കള്ളക്കേസ് അതാണ് സാധ്യത. സോറി ഞാൻ പറഞ്ഞത്. അപ്പൊ അതായിരിക്കും കഥ. മിക്കവാറും എല്ലാ പടത്തിലും അങ്ങനത്തെ ഒരു രാഷ്ട്രീയത്തിന്റെ ഇത് ഉണ്ടാവാറുണ്ട്. പിന്നെ പുള്ളിക്ക് അതാണല്ലോ ഒരു ഇത്, അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. ജനുവരിയോടെ അങ്ങനെ അവസാനത്തെ സിനിമയും ഇറങ്ങിയാണ്. അപ്പൊ ഇത് അവസാനത്തെ സിനിമ ആവണേൽ നമുക്ക് ചെറിയൊരു വിഷമമുണ്ട് അല്ലേ. അതുപോലെ തന്നെ എച്ച് വിനോദിന്റെ പടമാണ്. മുമ്പ് ഇറങ്ങിയ 2 സിനിമകള് അജിത്തിന് വെച്ചിട്ടല്ലേ, തുനിവും വലിമയും. രണ്ടും ഓക്കെയാണ്, എന്നാലും വലിയ വിജയം എന്ന് പറയാൻ പറ്റൂല. മേക്കിംഗ് വൈസ് ഒക്കെ എല്ലാം സൂപ്പർ ആയിരുന്നു. അപ്പൊ പിന്നെ ഇതും അങ്ങനെ ആയിരിക്കും. പിന്നെ ഇത് തലപതിയാണ്. ഇപ്പൊ സ്റ്റോറി മോശമായിട്ടൊന്നും ഒരു കാര്യമില്ല. പടം ഹിറ്റാണ് ഇപ്പോഴേ. കാരണം അവസാനമായിട്ട് തിയേറ്ററിൽ കാണാനായിട്ട് എല്ലാവരും ഇടിച്ചു കയറും ഉറപ്പായിട്ടും. പിന്നെ പുള്ളിയുടെ മാർക്കറ്റ് അതാണ്. പിന്നെ എന്താണ് പക്ഷെ ഇപ്പോഴും ഞാൻ പറഞ്ഞ പുള്ളി വർഷത്തിൽ ഒരു പടമൊക്കെ ചെയ്യല്ലേ. എല്ലാവരും ആഗ്രഹം അതൊക്കെയാണ്. വർഷത്തിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു 3 വർഷം കൂടുമ്പോഴെങ്കിലും ഒന്ന് വരുമായിരിക്കും. അങ്ങനെയൊന്നും വിട്ടെന്ന് നിൽക്കൂലായിരിക്കും എന്ന് തോന്നണ്. അപ്പൊ അതാണ് എല്ലാവരും ആഗ്രഹം. പിന്നെ നാളെ 6:30 കാണാം. നാളെ 6:30 കാണാം. അപ്പൊ അതാണ് നമ്മുടെ. അപ്പൊ നാളെ പാട്ടിന്റെ റിയാക്ഷൻ പറ്റി ഈ സമയം 6:30 ആകുമ്പോൾ നമുക്ക് വൈകുന്നേരം വരാം. അപ്പൊ അത്രയൊക്കെ ഉള്ളു. അപ്പൊ പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളായി വരുന്നവരെ അൻറ്റിൽ ദെൻ ലൈൻ കട്ട്.